കങ്കുവ അല്ല ഇതെന്തുവാ ശിവ? ശിവ സംവിധാനം ചെയ്ത് സൂര്യപ്രധാന വേഷത്തിൽ വന്ന കങ്കുവ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന്. സോ ലെറ്റസ് സ്റ്റാർട്ട് മാഗി. രണ്ട് ടൈം ലൈനിലായിട്ടാണ് കഥ നടക്കുന്നത്. ഒന്ന് പ്രസന്റിൽ, അതായത് 2024 ഗോവയിലും, മറ്റൊന്ന് 1072. സത്യത്തിൽ എന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പോസിറ്റീവ്സ് പറഞ്ഞാൽ വെട്രിയുടെ വിഷ്വലുകൾ മികച്ചതാണ്. അത്യാവശ്യം നല്ല VFX ഉണ്ട്. 3Dയും നല്ല ഇഫക്റ്റ് തരുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ. നമ്മുടെ എഡിറ്റർ നിഷാദ് യൂസഫിന്റെ അവസാന സിനിമകളിലൊന്നാണ്. എഡിറ്റിംഗും മികച്ചതാണ്. ഫൈറ്റ് സീക്വൻസുകളൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് മുതലയുമായിട്ടുള്ളത്. പിന്നെ മഞ്ഞുകാട്ടിലുള്ള ഫൈറ്റ് ഒക്കെ നൈസായിരുന്നു. കങ്കു എന്ന കഥാപാത്രമായിട്ട് സൂര്യ തന്റെ മാക്സിമം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. ആ ഒരു ക്യാരക്ടർ ആകാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഇതൊക്കെ എടുത്തു പറയണം കേട്ടോ. പക്ഷേ അത് മാത്രം പോരല്ലോ. പറയാൻ നല്ലൊരു കഥയില്ലാത്തതാണ് പടത്തിന്റെ പ്രധാന പ്രശ്നം. വളരെ വീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. ഫസ്റ്റ് ഹാഫ് ശോകം. അതിൽ ആദ്യത്തെ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കലാണ്. ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ റീൽസ് ഒക്കെ ഉണ്ടല്ലോ, മോയെ മോയെ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചതുപോലെയാണ് ആദ്യത്തെ ഒരു 40 മിനിറ്റ്. സൂര്യയുടെ ഫ്രാൻസിസ് എന്ന ക്യാരക്ടർ ഉൾപ്പെടെ പുതിയ കാലത്ത് വരുന്ന കഥയിലെ എല്ലാവരും വെറുപ്പിക്കലാണ്. ആദ്യം യോഗി ബാബു എന്നൊന്ന് വെറുപ്പിക്കുന്നു, പിന്നെ സൂര്യയുടെ വക ഒരു വെറുപ്പിക്കല്, പിന്നെ ഏറ്റവും വെറുപ്പിക്കല് ദിശ പട്ടാനി അവതരിപ്പിച്ച ആഞ്ചലീന എന്ന കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ വലിയ പാൻ ഇന്ത്യൻ പടങ്ങളിൽ മിച്ചം വരുന്ന ഏറ്റവും തല്ലിപ്പൊളി റോൾ കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന ഒരു നടിയാണ് ദിശ എന്നാണ്. കൽക്കിയിലും ഉണ്ടായിരുന്ന ഒരു പൊട്ട റോളില്. ഇതിലാണെങ്കിൽ ആ ക്യാരക്ടർ വെറുപ്പിക്കലാണ്, അവരുടെ പെർഫോമൻസ് വെറുപ്പിക്കലാണ്, അവർക്ക് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലും വെറുപ്പിക്കലാണ്. അവരുടെ മാത്രമല്ല കേട്ടോ, ആ ഭാഗത്ത് സൂര്യ ഉൾപ്പെടെ എല്ലാവരും തംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അതായത് തമിഴും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് എന്നിട്ടാ പന്നി വെച്ചെടുക്ക എന്ന മട്ടിൽ ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്ന രീതിയിലുള്ള ഡയലോഗ് ഡെലിവറിയാണ്. കിങ്സ്ലിയുടെ ഒരു ബെസ്റ്റി ഒക്കെ ഉണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വെറുതെ കോവൈസറുകളെയൊക്കെ വന്ന് വെറുപ്പിച്ചിട്ട് പോകുന്നുണ്ട്. എന്തിന്റെ ആവശ്യമാണെന്ന് അറിയില്ല. ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പയ്യനുണ്ട്, ഒരു ചെക്കന്. അവൻ നൈസ് ആയിരുന്നു കേട്ടോ. അമറലും ബിൽഡപ്പും ആ ഒരു മേക്കപ്പും പിന്നെ ബബിൾഗം ചവയ്ക്കുന്നത് പോലെ തമിഴിന് പകരം വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നതിനപ്പുറം ബോബി ഡിയോളിനും കാര്യമായിട്ട് പടത്തിലൊന്നും ചെയ്യാനില്ല. സംവിധായകൻ KS രവികുമാർ ഒക്കെ ഒരാവശ്യമില്ലാത്തൊരു പോലീസ് റോളിൽ വന്നു പോകുന്നുണ്ട്. ആദ്യത്തെ ഈ ഒരു 40 മിനിറ്റ് ക്രിഞ്ച് ഫെസ്റ്റിന് ശേഷം കങ്കുവയുടെ കഥ അങ്ങോട്ട് തുടങ്ങുമ്പോൾ പടം ഒന്ന് ഓക്കെ ആയി മാറുന്നുണ്ട്. ഇന്റർവെല്ലിലെ സംഭവമൊക്കെ കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിന്റെ സെക്കൻഡ് ഹാഫ് മാത്രം കണ്ടാലും നഷ്ടം വരില്ല. പക്ഷെ ആദ്യത്തെ 40 മിനിറ്റിന്റെ ഹാങ് ഓവർ ഒന്ന് തീരണ്ടേ. സത്യത്തിൽ ആ പഴയ കാലഘട്ടത്തിലെ കങ്കുവയുടെ കഥ മാത്രം മതിയായിരുന്നു. അതിൽ പുതിയ കാലം കൂടി ബ്ലെൻഡ് ചെയ്തപ്പോഴാണ് പടം കൈവിട്ടു പോയത്. പഴയ കാലത്തെ ബിൽഡപ്പും കഷ്ടപ്പാടും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു കങ്കുവയെ ഈ പുതിയ കാലഘട്ടത്തിലെ ആ ഒരു കുണുവാവ വന്ന് കൊളവാക്കുകയാണ് ചെയ്തത്. പിന്നെ പഴയ കാലഘട്ടത്തിലാണെങ്കിലും സൂര്യയുടെ പ്രകടനവും ആ ക്യാരക്ടറിനും അപ്പുറത്ത് കങ്കുവ എന്ന സിനിമയ്ക്ക് പുതുതായിട്ടൊന്നും നമുക്ക് സമ്മാനിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ വെറും ബിസിനസ് മാത്രം നോക്കി വലിയ സ്റ്റുഡിയോകൾക്ക് വേണ്ടി ഇങ്ങനെ സ്ഥിരം ഹിറ്റ് ഫോർമുലകളൊക്കെ മിക്സ് ചെയ്ത് മസാല പരുവത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ടെംപ്ലേറ്റ് സ്ക്രിപ്റ്റ് ആണ് ഇതിൻ്റെത്. മോശമായിട്ടുള്ള എഴുത്തും എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ച് മിക്സ് ചെയ്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള മേക്കിംഗ് കൂടി ആകുമ്പോൾ പടം ഒരു മറക്കബിൾ അനുഭവമായിട്ട് മാറുകയാണ്. ഡയലോഗ് എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം കൂടുതലും ഇങ്ങനെ കങ്കുവാ കൊടുവാ ഇമാതിരി കാറൽ, അമറൽ, അലറൽ, ഇതൊക്കെ തന്നെയാണ് ഡയലോഗ്സ്. കഥാപാത്രങ്ങളോടോ അല്ലെങ്കിൽ കഥയുമായിട്ടോ ഒന്നും നമുക്ക് യാതൊരു ഇമോഷണൽ കണക്ഷനും ഉണ്ടാകുന്നില്ല. പടം തീരുന്നത് വരെ മിഥുനത്തിലെ ഇന്നസെന്റ് ചേട്ടന്റെ ഒരു ഭാവമായിരിക്കും നമുക്ക്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമകളിൽ ഒന്നായിരിക്കും ഇത് എന്നാണ് തോന്നുന്നത്. തമിഴിൽ നിന്നുള്ള സൂര്യയുടെ അപ്പോ കലിപ്റ്റോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരുമാതിരി അപ്പോ കലിപ്പ് തീരണില്ലല്ലോ എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാണ് ശിവ ഇത് ഒരുക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് ഏഴാം അറിവൊക്കെ എന്തൊരു ക്ലാസ് ഫിലിം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാം ഭാഗത്തിനുള്ള ഒരു ത്രെഡ് ഒക്കെ ഇട്ടിട്ടാണ് പടം പോകുന്നത്. ഒരു ക്യാമിയോ റോളൊക്കെ പടത്തിലുണ്ട്. അത് ആരാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതും അത്ര ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. തേങ്ങ എത്ര അരച്ചാലെന്നാ, താളല്ലേ കറി. സോ ഇത്രയും കോടികളുടെ ബജറ്റും ഇത്രയും നല്ല കാസ്റ്റും ഒക്കെ ഉണ്ടായിട്ടും ഒരു തല്ലിപ്പൊളി തിരക്കഥയുമായിട്ട് വരാനുള്ള ശിവയുടെ ആ ഒരു ധൈര്യത്തെ, ആ ഒരു കോൺഫിഡൻസിനെയാണ് സമ്മതിക്കേണ്ടത്. പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസ് ഒക്കെ ചില സമയത്തൊക്കെ നല്ല ഹൈ മൊമെന്റ്സ് ഒക്കെ വരും എന്ന് കരുതി അണ്ണാ വാ വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല. ആകമൊത്തം ടോട്ടലിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ നിരാശകളിൽ ഒന്നാണ് കങ്കുവ. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും വർക്കാവാതെ പോയൊരു പടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നല്ല വിഷ്വൽസും 3D ഇഫക്ട്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റുന്നൊരു പടമാണ്. കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണുക. OTT വരുമ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. പിന്നെ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊരു മാസ്റ്റർ പീസായിട്ടോ ഒരു ഗംഭീര സിനിമയായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ടാവും. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.